പണ്ടോട്ടെ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരു മനസ്സിൽ ഈ ഡ്രസ്സ് ആര് ഡിസൈൻ ചെയ്താ? ഇത് വെളിയിൽ നിന്നുള്ള ആൾ ഡിസൈൻ ചെയ്തതാണ്, മെനൻക്യൂ. അപ്പോൾ പൊതുവെ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹമുള്ളത് കൊണ്ട് അതിൻ്റേതൊരു ഒരു മനസ്സിലുണ്ട്. സാരീസ് ആണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനുശേഷം സാരീസ് ഒന്ന് എസ്റ്റാബ്ലിഷ് ആയതിനു ശേഷം സ്വന്തമായിട്ടൊരു ഫാഷൻ. ഈ കാതിലൊരു റാന്തല് തൂക്കിയിട്ടിട്ടുണ്ട്. പക്ഷെ മൈക്കുമായിട്ട് നന്നായിട്ട് സിങ്ക് ആവുന്നുണ്ട്. ഇതില് രസകരമായ കാര്യം, നന്നായി വായിക്കുന്നുണ്ട്, നന്നായിട്ട് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുന്നുണ്ട്, നന്നായി പാടുന്നുണ്ട്, എഴുതുകയും ചെയ്യുന്നുണ്ട്. കുറെയൊക്കെ എഴുതും. ഇപ്പോഴൊക്കെ എഴുത്ത് ഭയങ്കര മടിയാണ്. ഒരു വല്ലാത്ത സ്ട്രേഞ്ച് കോമ്പിനേഷൻ ആണ്. അവർ പാട്ട് പാടുന്നവർ ഒരു പക്ഷേ അഭിനയിക്കുമായിരിക്കാം, അല്ലെങ്കിൽ സ്റ്റേജ് ഷോ ചെയ്യും. പക്ഷെ അവർ കോസ്റ്റ്യൂം ഡിസൈനിങ്ങും ഫാഷൻ ഡിസൈനിങ്ങിലും കൂടി താല്പര്യം ഉണ്ടാവുന്നത് വളരെ റെയറായിട്ടാണ്. ഞാൻ രണ്ട് കാര്യങ്ങൾ വേറെ കൂടി ഉണ്ട്. കുക്കിംഗ് നന്നായിട്ട് കുക്ക് ചെയ്യും. പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ. എന്താണ് അവരുടെയൊക്കെ പേര്? കപില, ലൂസി, കമീല, ലൂസി, പെറ്റ്സ് ആണ്. കമീല, ലൂസി, കല്യാണി, അതെ, ശിവാജി. ഇതൊക്കെ ഇങ്ങനെ ഉണ്ണിക്ക് അറിയുന്നത്. ഇത് അഭിമുഖങ്ങളിൽ വിശദമായ പഠനം നടത്തിയ ശേഷമാണ് അദ്ദേഹം പെറ്റ് ലവിംഗ് ആണ്. അതെ അതെ. പക്ഷേ പിന്നെ അഭയ കുറച്ച് വൈകിയാണല്ലേ ഈ ഫിലിം മ്യൂസിക്കിലേക്കൊക്കെ വരുന്നത്? അത് വൈകിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇപ്പോൾ എല്ലാവർക്കും അവരുടേതായ ഒരു സമയമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതൊരു പാട്ടിലേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്ന വ്യക്തിയൊന്നുമല്ല ഞാനിങ്ങനെ. ഞാൻ പറഞ്ഞത് പാട്ടിലേക്ക് തന്നെ വരുന്നതിനകത്തൊരു സമയം. ഇപ്പം നിങ്ങൾക്ക് നല്ല പാരമ്പര്യം ഉണ്ടല്ലോ പാട്ട് പാടുന്നത്. ഇപ്പം അമ്മ പാടും. അമ്മയെ നമ്മൾ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അമ്മ എത്തിയിട്ടുണ്ട്. അമ്മ കൂടി വിളിച്ചാലോ? അല്ല, അമ്മ വരാൻ പറ്റ ഒരു വാർത്ത എടുക്കണമെന്ന് PC ആളെന്ന് പറയുന്നു. അതെ, അപ്പോൾ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു പാരമ്പര്യമുള്ളൊരു ഫാമിലിയാണ് അല്ലെ? അച്ഛൻ പാടും അല്ലെ? വാർത്ത അഭയ വായിച്ചോളൂ കേട്ടോ. അഭയ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഞാനും MV നികേഷ് കുമാറും ഉണ്ണി ബാലകൃഷ്ണനുമായിട്ടൊരു ബന്ധമുണ്ട് അഭയക്ക്. ഏഷ്യാനെറ്റ് ന്യൂസുമായിട്ട് ബന്ധമുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസിലെ താരത്തിനൊപ്പം എന്ന പരിപാടിയുടെ ആങ്കറാണ് ഇരിക്കുന്നത്. താരത്തിനൊപ്പം ആങ്കർ ചെയ്തപ്പോഴാണ് ജീവിതത്തിൽ വലിയ ടേണിംഗ് പോയിന്റ് ഉണ്ട്. അതെ, താരത്തിനൊപ്പം ആങ്കർ ചെയ്തതിനു ശേഷമാണ് ഒരു വലിയൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടായത്. പാട്ടിലേക്കും ഒക്കെ വരുന്നതിനകത്തുള്ളൊരു അപ്പോഴാണ്. അതെ, അപ്പോ കുറെ കാര്യങ്ങൾ പഠിച്ചു വെച്ചു. നിങ്ങൾ ടെൻഷൻ അടിക്കണം. ഇതൊക്കെ എന്താ സംഭവം എന്നുള്ളത് അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. അദ്ദേഹത്തിനെ കുറിച്ചൊരു നല്ല ഓർമ്മ. ഇതിനെ കുറിച്ച് ആൻസർ പറഞ്ഞതിന് ശേഷം അപ്പോൾ അതൊരു വലിയ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അപ്പോൾ പാട്ട് എന്ന് ഉദ്ദേശിച്ച് നടന്ന കുട്ടിയല്ല ഞാൻ. അപ്പോൾ അതൊരു എന്താ പറയാ, എൻ്റെ ഒരു പാർട്ട്ണർ അങ്ങനെ ആയതുകൊണ്ട് ബേസിക്കലി പാടും എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് വന്നതാണ്. അപ്പോൾ പൊതുവേ അതെ, അപ്പോൾ പൊതുവെ അമ്മയും പിന്നെ എല്ലാവരും ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഫാമിലിയാണ്. അപ്പോൾ അവർക്ക് ഈ പാട്ട് എടുക്കാനൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കുട്ടി പഠിച്ച് വേറെ ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ അച്ഛന് നഴ്സിംഗ് ആയിരുന്നു താല്പര്യം. അങ്ങനെ ദൈനംദിനമായ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനത്തെ ഒരു ജോലിയൊക്കെ ചെയ്ത് വളരെ സ്വസ്ഥമായി വീട്ടിലിരിക്കുക എന്നുള്ളതായിരുന്നു അമ്മയുടെയൊക്കെ താല്പര്യം. അപ്പോൾ അതിൽ നിന്ന് ഉപരിയായിട്ട് ലൈഫിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് തന്നെ വളരെ റെവല്യൂഷണറി ആയിട്ടൊരു തീരുമാനം എടുത്തപ്പോൾ തീർച്ചയായിട്ടും അത് കുറച്ച് വിശദമായി തന്നെ ടേണിംഗ് പോയിന്റ് നമുക്കൊന്ന് അറിയണം.